വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ പങ്കെടുത്ത പരിപാടിയാണ്. മാധ്യമത്തിൻ്റേതാണ് പരിപാടി. അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച എല്ലാവരും ചോദിച്ചു, ഒരു ചെറിയ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, ന്യൂനപക്ഷത്തിലെ ഒരു ചെറിയ സംഘടനമായ ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് ഇത്രയും വിജയകരമായ ഒരു പത്രം നടത്താൻ കഴിയുന്നത്? അതിൻ്റെ ഗുട്ടൻസ് എന്താ? യോഗാധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യാതിഥി ആരിഫ് സാഹിബ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ മുസ്ലിം സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു സംഘാടകർ ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ മുസ്ലിം സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന വിഷയം പറയാൻ തുടങ്ങിയാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് 50 കൊല്ലത്തെ റിപ്പോർട്ട് മുസ്ലിം സിറ്റുവേഷനാണ് അവതരിപ്പിച്ചത്. അതൊക്കെ പറയാൻ പോയാൽ നേരം പുലരുകയുള്ളൂ. നിങ്ങളുടെയൊക്കെ ക്ഷമ പരിശോധിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് വിഷയത്തോട് ആദ്യമേ വിടവാങ്ങുകയാണ്. രണ്ടാമതായി പിന്നെ സാന്ദർഭികമായി പറയേണ്ടതാണല്ലോ, 75ാം വാർഷികമാണ് പ്രബോധനം നടക്കുന്നത്. 1964 മെയ്യിൽ ഞങ്ങളുടെ ഫൈനൽ പരീക്ഷ ശാന്തവനം ഇസ്ലാമിയ കോളേജിൽ വെച്ച് നടന്നു കഴിഞ്ഞു, പുറത്തിറങ്ങി. ഇനി എന്ത് ചെയ്യണം? പലരും പല മദ്രസകളിലും മറ്റും അധ്യാപകരായി പോയി. ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു എന്ത് ചെയ്യണം. അപ്പോഴാണ് KC അബ്ദുള്ള മൗലവി വിളിച്ചു, നീ അങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ തൽക്കാലം ഇങ്ങോട്ട് നടക്കട്ടെ, പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പോൾ മെയ് 20-ാം തീയതി ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. അപ്പം അത് പ്രമാണിച്ച് ഒരു അനുശോചനമൊക്കെ ഉണ്ടായി വൈകുന്നേരം. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ ജൂൺ 4-ാം തീയതിയാണെന്ന് തോന്നുന്നു KC അബ്ദുള്ള മൗലവി വിളിച്ചു, ഞാൻ നാളെ മേരിക്കുന്നിലേക്ക് വെള്ളിമാട് കുന്ന് ജമാഅത്ത് ഓഫീസിലേക്ക് പോവുകയാണ്, നീ കൂടെ വരണം. ഞാൻ പോയി. എന്തിനാണെന്ന് എനിക്കറിയില്ല, പോയി. അവിടെ എത്തിയ ശേഷം പറഞ്ഞു, പ്രബോധനത്തിന് ആണ് നിൻ്റെ ജോലി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ TMO സാഹിബ് ഒരു കസേരയിലിരുന്ന് എന്തോ എഴുതുന്നു, TK അബ്ദുള്ള സാഹിബ് വേറെ എന്തോ എഴുതുന്നു, BP അബ്ദുള്ള സാഹിബ് ദ മെസ്സേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിന് വേണ്ടിയും എഴുതുന്നു. ആകെ 3 സീറ്റാണ് ഉള്ളത്. ആ 3 സീറ്റിൽ അവരിയ്ക്കുന്നു. അപ്പോൾ TK മാത്രം ആരാ എന്നൊക്കെ ചോദിച്ച ശേഷം അദ്ദേഹത്തിന് എന്നെ അറിയാം. പിന്നീട് എന്താണ് ചെയ്യണമെന്നൊക്കെ പിന്നെ പറഞ്ഞു. 3-ാമത്തെ ദിവസമാണ് TMO സാഹിബ് നിങ്ങൾ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അതായിരുന്നു തുടക്കം. ആ തുടക്കത്തിന് ശേഷം പിന്നീട് നടന്നതൊക്കെ കുറേയേറെ സംഭവങ്ങളാണ്. ചിരിക്കാനും കരയാനും ഒക്കെ വകയുള്ള സംഭവങ്ങൾ. എന്തു പറഞ്ഞാലും പ്രബോധനം ദ്വൈവാരിക അല്ലെങ്കിൽ പ്രതിപക്ഷപത്രം എന്ന പേരിൽ ഇറങ്ങിയിരുന്ന കാലത്താണത്. വളരെ വേഗത്തിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. പ്രബോധനം പ്രതിപക്ഷപത്രത്തിൽ എന്നെപ്പോലെയുള്ള ഒരാൾക്കൊന്നും ചെയ്യാനില്ല. അത് TMO സാഹിബും TK അബ്ദുള്ള സാഹിബും കൂടി സ്വന്തം എഴുതുകയും അല്ലെങ്കിൽ ഉറുദുവിൽ നിന്നോ മറ്റോ പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദ് സാഹിബിൻ്റെ ലേഖനങ്ങളൊക്കെയാണ് ഇതിൽ വരിക. എനിക്ക് വിശേഷിച്ചൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ പോയപ്പോഴില്ല, എന്താ വേണ്ടത്? ഇതൊരാഴ്ചപ്പതിപ്പ്, ഇതൊരു വാരികയാക്കി മാറ്റണം. അതിനിപ്പോൾ സൗകര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു വാരികയാക്കാൻ ഇപ്പോൾ ഉദ്ദേശമില്ല. എന്താക്കിയാൽ അതിനൊരുപാട് പ്രയാസങ്ങളുണ്ട്, കുറേയേറെ സ്റ്റാഫൊക്കെ വേണ്ടി വരും, അതുകൊണ്ട് വേണ്ട. എന്നാലും ഷൂറയിൽ ഇങ്ങനെ ഒരു ആവശ്യങ്ങൾക്ക് വെച്ചൂടെ? ശരി, വെക്കാം. പിന്നെ ഷൂറ നടന്നു. TK അബ്ദുള്ള സാഹിബ് ഏറ്റവും ആ വിഷയം അവതരിപ്പിക്കാതെ അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഞാൻ വെളുത്ത പുകയും കാത്തിരുന്ന് പുറത്ത്. അവസാനം വന്നത് കറുത്ത പുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു വാരിക തുടങ്ങേണ്ടതില്ല, പ്രബോധനം പ്രതിപക്ഷപത്രമായി തന്നെ തുടരട്ടെ എന്നാണ് തീരുമാനം. രക്ഷയില്ല. ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം.
ഒരു കുതന്ത്രം പ്രയോഗിക്കാമെന്ന് വെച്ചു. കാരണം അല്ലാതെ ഒരു അടുത്ത കാലത്തൊന്നും ഇത് വാരികയാക്കാവുന്ന ഒരു പരിപാടിയില്ല എന്ന് മനസ്സിലായപ്പോൾ ചെയ്തതാണ് തന്ത്രം. ശരി, നിങ്ങളെന്തായാലും പ്രബോധനം ആഴ്ചപ്പതിപ്പാക്കണമെന്ന് ആക്കില്ല എന്ന് തീരുമാനിച്ചല്ലോ. അതെ, ഞങ്ങളങ്ങനെയാണ് തീരുമാനിച്ചത്. ശരി, എന്നാൽ ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ ചേന്നമംഗലിൽ നിന്ന് KC അബ്ദുൽ മൗലവിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആഴ്ചപ്പതിപ്പ് ഇറക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് ഞാൻ തന്നെ, രണ്ട് എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള, മൂന്നാമത് അന്ന് ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതാറുണ്ടായിരുന്ന PK അബൂബക്കർ നദ്വി, അദ്ദേഹം വന്ന് ചേന്നമംഗലൂർ അധ്യാപകനാണ്. ഞങ്ങൾ മൂന്നാളും കൂടി തുടങ്ങുന്നു. വെറുതെ പറഞ്ഞാൽ തുടങ്ങാനൊന്നും പരിപാടിയില്ല, നടക്കുകയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിലെന്തോ ശരിയുണ്ടെന്ന് തോന്നി. അടുത്ത ശൂറാ യോഗത്തിൽ വീണ്ടും വിഷയം വന്നു. അപ്പോൾ ഞാൻ വേറെ വിദ്യ ഉപയോഗിച്ചു. അബ്ദുൽ ജലാൽ മൗലവി എന്ന IPH ചുമതല വഹിച്ചുകൊണ്ട് അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടിയാണ്. അബ്ദുൽ ജലാൽ മൗലവിയോട് ഞാൻ പറഞ്ഞു, ഇതിലാകെയുള്ള പ്രശ്നം TKക്ക് ഇതിൻ്റെ എഡിറ്റർ ആവാൻ ആവില്ല എന്ന ഒരു മനസ്സ്. കാരണം ജോലി ഭാരം ഇരട്ടിക്കല്ലോ, സ്വാഭാവികം. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിൻ്റെ വാരികയുടെ എഡിറ്റർ ആവാൻ അദ്ദേഹം സന്നദ്ധനല്ല എന്നുള്ളതാണ് പ്രശ്നത്തിൻ്റെ മർമ്മമെന്ന് മനസ്സിലാക്കി. അപ്പോൾ അബ്ദുൽ ജലാൽ മൗലവിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എഡിറ്റർ ആവാൻ നിങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ സമ്മതിക്കുക ശൂറയിൽ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. അത് ഞാൻ ഏറ്റു. അങ്ങനെ പിന്നത്തെ ശൂറാ യോഗത്തിലെ അബ്ദുൽ ജലാൽ മൗലവി ഏറ്റു. ആരും ഇല്ലെങ്കിൽ ഞാനായിക്കോളാം എഡിറ്റർ, അദ്ദേഹത്തിന് എഡിറ്റർ ആകാൻ പറ്റുകയും ചെയ്യും. ഈ സംഭവം വന്നതോടുകൂടി TK പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ തന്നെ ആയിക്കോളാം. അങ്ങനെയാണ്. കാരണം പിന്നെ ഇത് ഇങ്ങോട്ടാ പോകുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ തീരുമാനിച്ചു. ആ ശൂറാ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഏതായാലും വീക്കിലി പ്രബോധനം വാരിക പ്രതിപക്ഷ പത്രം ഒരു വീക്കിലിയായും അതോടൊപ്പം ഒരു കരമുള്ള മാസികയും കൂടി ആയി പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്നും പറഞ്ഞു. TK അതും പറഞ്ഞ് നാട്ടിലേക്ക് പോയി. ഉടനെ തന്നെ അടുത്ത ലക്കം പ്രബോധനത്തിൻ്റെ പുറത്ത് ഒരു പരസ്യം കൊണ്ട് കൊടുത്തു. അടുത്ത ഡിസംബർ 3-ാം തീയതി പ്രബോധനം വാരികയായി പുറത്തിറങ്ങുന്നു എന്ന്. ആരും പറഞ്ഞിട്ടല്ല, ആരോടും ചോദിച്ചിട്ടുമല്ല, അങ്ങോട്ട് ചെയ്തു. പിന്നെ TK തിരിച്ചെത്തി. എന്ത് പണിയാണ് നീ പഠിച്ചത്? നിന്നോടാരാ പറഞ്ഞ് പരസ്യം കൊടുക്കുക? ഞങ്ങളങ്ങനെ തീരുമാനിച്ചതല്ലേ, അതാ കൊടുത്തത്. അവസാനം അതിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് പ്രബോധനം വാരിയുടെ തുടക്കം എന്ന് തമാശയ്ക്ക് വേണ്ടിയും കുറച്ച് കാര്യത്തിന് വേണ്ടിയും ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ വാരിക തുടങ്ങാമെന്ന് വെച്ചു. പിന്നെ അതിനുള്ള പൊല്ലാപ്പായി. കാരണം ജനിച്ച ശേഷം അന്ന് വരെ ഒരു വാരികയുടെ ആഫീസിൽ മഴയത്ത് പോലും കയറിയിട്ടില്ലാത്ത ആളുകളാണ് ഈ പണിയെടുക്കുന്നത്. പക്ഷെ എന്തായാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രബോധനം വാരിക തുടങ്ങി. തുടങ്ങിയത് പറഞ്ഞ ആളുകളെ വെച്ചുകൊണ്ട് തന്നെയാണ്. ഒന്ന് എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള, രണ്ട് PK അബൂബക്കർ നദ്വി. അങ്ങനെ തുടങ്ങിയ പ്രബോധനമോ. അന്ന് 8 പേജായിരുന്നു. 8 പേജ്, വില 10 പൈസ. ഇന്ന് 10 പൈസ എന്ന് തോന്നിയാൽ അങ്ങനെ നാണയമില്ല. പക്ഷെ അന്ന് 10 പൈസയാണ്. അന്ന് അതുവരെ പ്രബോധനം പ്രതിപക്ഷ പത്രം 4000 കോപ്പിയാണ് അടിച്ചിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും വാരിക അടിച്ചത് പബ്ലിസിറ്റിയൊക്കെ നൽകിയത് കൊണ്ട് പ്രസ്ഥാന പ്രവർത്തകർ അത്യാവേശത്തോട് മുമ്പോട്ട് വന്നതുകൊണ്ടും 7500 കോപ്പിയാണ് ആദ്യത്തെ കോപ്പി അടിച്ചത്. പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സർക്കുലേഷൻ വന്ന് കൂട്ടണമല്ലോ, പേജും വേണം വർദ്ധിപ്പിക്കുക. 8 പേജൊന്നും പോരാ, ഒരു 12 പേജെങ്കിലും വർദ്ധിപ്പിക്കണം. ഇപ്പോൾ സർക്കുലേഷൻ കൂട്ടാൻ എന്താ വഴി എന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഇത് 964 സംഭവം. 965 ഇന്ത്യ പാക് യുദ്ധം നടന്നു. ആ സമയത്ത് ആളുകൾക്ക് ഒരു മറുവശം അറിയാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട്. ഏകപക്ഷീയമായി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മറുവശം അറിയാനുള്ള ആളുകൾ താല്പര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ള വിദ്യ ഞങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെ ചില മറുവശങ്ങളും പ്രബോധനം നിങ്ങൾക്ക് അതിൻ്റെ ഫയലെടുത്ത് നോക്കിയാൽ കാണാം. അതിൽ ചില ലേഖനങ്ങളൊക്കെ വന്നു. കാശ്മീർ പ്രശ്നത്തിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടുള്ള ലേഖനം ഞങ്ങളാരും എഴുതിയതല്ല. അത് പ്രൊഫസർ രാംജി സിംഗ് പോലെയുള്ള കുറേ ആളുകളുടെ ലേഖനങ്ങളാണ്. ഏതായാലും അതങ്ങോട്ട് കൊടുക്കുന്നതോടുകൂടി സർക്കുലേഷൻ ഇരട്ടിയായി ഉയർന്നു. 12,000 കോപ്പിയായിട്ട് ഉയർന്നു. സമാധാനമായി. അപ്പോൾ പേജ് വർദ്ധിപ്പിക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് 12 പേജായി ഇറങ്ങുന്നത്. പക്ഷേ പിന്നെ സർക്കുലേഷൻ കൂട്ടാൻ എന്ത് ചെയ്യണം ആലോചിച്ചപ്പോൾ ഒരു ചോദ്യോത്തര പക്തി ആരംഭിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ചോദ്യോത്തര പക്തി. അപ്പോൾ TK അബ്ദുള്ള സാഹിബിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനും
നിങ്ങൾ ചോദ്യോത്തര പങ്ക്തി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂർ ജാമ്യം എടുക്കണം. അതെങ്ങനെയാ? ഈ ചോദ്യോത്തര പങ്ക്തിയിൽ വരുന്ന ചോദ്യങ്ങൾക്കോ അതിന് ഉത്തരങ്ങൾക്കോ ഈ പത്രമോ ജമാഅത്തെ ഇസ്ലാമിയോ ഉത്തരവാദിത്വം വഹിക്കില്ല. പിന്നെ ആരാ വഹിക്കുക? അതൊക്കെ വേറെ. അവസാനം ഈ ചോദ്യോത്തരം അതിന് മറുപടി പറയുന്ന ആൾ മുജീബ്. മുജീബ് എന്ന് പറയാൻ അർത്ഥം മറുപടി പറയുന്നവനെ ആരും അർത്ഥമുള്ളൂ, ആരാർക്കും പറയാം. അപ്പോൾ മുജീബ് എന്ന് വെച്ചുകൊണ്ട് തുടങ്ങി. ചോദ്യങ്ങൾ ധാരാളക്കണക്കിന് വരാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു ചെറിയ മറുപടി അല്ലെങ്കിൽ ഒരു തമാശ മറുപടി അങ്ങനെയൊക്കെ എഴുതാൻ മതി എന്നാണ്. അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ചെയ്തത്. ആ ചെയ്തപ്പോൾ സർക്കുലേഷൻ പിന്നെയും ഇരട്ടിയായി. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു പത്രം എന്ന് പറഞ്ഞാൽ കുറേ തത്വങ്ങളും കുത്തുപാത്തും മാത്രം ഇറക്കിക്കൊണ്ട് പത്രം ആരും വായിക്കില്ല. അത് വായിക്കുന്ന ചിലത് കൂടി അതിൽ വേണമെന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടി വരിക. അങ്ങനെ അതിൽ ചോദ്യോത്തരങ്ങൾ തമാശയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ആ ചോദ്യോത്തരങ്ങളിൽ വന്ന ചിലതിനെ വിരമിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ സുന്നി ടൈംസിൽ എഴുതി, ഇത് മുജീബ് എന്ന് പറയുന്നത് മുജീബ് ഷെയ്ത്താനാണ്. ഷെയ്ത്താന് മറുപടി. ഉടനെ അടുത്ത ഇന്നത്തിലേക്ക് എത്തി ചോദ്യം, നിങ്ങളെ സുന്നി ടൈംസിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് മുജീബ് ഷെയ്ത്താനാണെന്ന്. ഉത്തരം, അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയാത്ത സ്ഥിതിക്ക് എങ്ങനെ മുജീബ് ഷെയ്ത്താനായി? അതോടുകൂടി അത്തരം പ്രശ്നങ്ങൾ അതുകൂടി നിന്നു. പിന്നെ ഒരു ചോദ്യം വന്നു, എന്താ ഷിയ സുന്നി രണ്ട് വിഭാഗങ്ങളാണ് മുസ്ലിം സമുദായത്തിലുള്ളത്. അപ്പോൾ ഖാദിയാനികൾ ഏതിലാപ്പെടുക എന്ന്. ഉത്തരം, കോടതി മുസ്ലിം. ഷിയ മുസ്ലിമും അല്ല, സുന്നി മുസ്ലിമും അല്ല, കോടതിയാണ് അവർ മുസ്ലിമാണെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കോടതി ഇങ്ങനെയുള്ള ചില ഗിമ്മിക്കുകളൊക്കെ പ്രയോഗിച്ചപ്പോഴാണ് ഇത് വന്നതെങ്കിലും യഥാർത്ഥത്തിൽ ആ ഭക്തിയുടെ ജീവൻ പിന്നെ ഉണ്ടായത് ഞങ്ങൾ രണ്ടുപേരും പോയി ഇവിടെ ഖത്തറിൽ. പിന്നെ വി എ കബീർ സാഹിബായി ഉത്തരവായി. അദ്ദേഹം അത് മാറ്റി പറഞ്ഞു. വളരെ വ്യക്തമായി ചോദ്യങ്ങൾ വസ്തുനിഷ്ഠമായ മറുപടി എന്ന ഒരു പരമ്പര തുടങ്ങിയത് കബീർ സാഹിബാണ്. ഇത് തിരിച്ചു വന്നതിന് ശേഷം 1980 രണ്ടാമത് ഞാൻ ഏറ്റെടുത്തപ്പോൾ പിന്നെ അതേ വഴിക്ക് പോകും. അങ്ങനെയാണ് പിന്നെ 1980 മുതൽ ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം, അല്ല 3 or 4 എനിക്കറിയില്ല, ആ പരമ്പര, ആ ചോദ്യോത്തരം എന്ന കൂടി. അത് പിന്നീട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് 3 വാള്യങ്ങൾ IPH പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ ഈ ചില ആളുകൾ കണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാണമാണ്. ഇതൊക്കെയാണ് പറയുന്നതെങ്കിലും നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ, ബഹുമാനപ്പെട്ട അമീർ അവറുകളും ആരിഫ് അലി സാഹിബും മറ്റു പലരും പകലും ഒക്കെ സൂചിപ്പിച്ച പോലെ, യഥാർത്ഥത്തിൽ മലയാള ഭാഷയിലും മലയാളി മുസ്ലിങ്ങളിലും ഒരു വഴിത്തിരിവ് തന്നെയാണ് പ്രബോധനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് അറബി മലയാളത്തിൽ അത് തന്നെ മതപരമായ കാര്യങ്ങൾ എന്ന പേരിലുള്ള കുറേ കാര്യങ്ങൾ, കുറേ ചരിത്രമൊക്കെ എഴുതുന്ന ആ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെ സാമൂഹിക മാനദണ്ഡങ്ങൾ, ഇസ്ലാമിൻ്റെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ, ഇതെല്ലാം കൈകാര്യം ചെയ്ത ലേഖനങ്ങൾ അത് ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ തന്നെ, മൗലാന സയ്യിദ് അബ്ദുൽ മൗദൂദി, സദുദ്ദീൻ ഇസ്ലാഹി പോലുള്ള ആളുകളുടെ. ആ കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, ആദ്യം പ്രബോധനത്തിൽ ചേർന്ന കാലത്ത് ഏറ്റവും വലിയ ശിക്ഷ എന്തായിരുന്നു ചോദിച്ചാൽ, അന്നത്തെ അമീറായിരുന്ന മൗലാന അബുൽ സാഹിബിൻ്റെ പ്രസംഗങ്ങളോ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോ വരും. അത് പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം അദ്ദേഹം നീണ്ട വാചകങ്ങളാണ്, വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ അരുവും മൂലയും നീർത്തിക്കൊണ്ടുള്ള ലേഖനങ്ങളാണ് വരിക. അപ്പോൾ ആ ലേഖനങ്ങൾ പരിഭാഷപ്പെടുത്തുക എന്നതായിരുന്നു കുറച്ച് കാലത്തെ ശിക്ഷ എന്ന് പറയുക. അതേ അവസരത്തിൽ അബ്ദുൽ മൗദൂദിയുടെ ഭാഷ അത്ര മനോഹരമായ എന്നാൽ ലളിതവുമായ ഒരു ഭാഷ കണ്ടെത്തിയ പ്രയാസമാണ്. അത് ഞാൻ പറയുന്നതല്ല, മൊത്തത്തിൽ നിന്ന് അംഗീകരിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങൾക്ക് വായനക്കാർ ലഭിച്ചത് മൗദൂദിയുടെ ആ ഭാഷ കൊണ്ട് മാത്രമാണ്. അത്രയും മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ. ഇപ്പോഴും അനുകരിക്കാൻ സാധ്യമല്ലാത്ത വിധം അത് വേറിട്ട് നിൽക്കുന്ന ഒരു ഭാഷയാണ്. ഏതായിരുന്നാലും അത് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മുടെ ദാഴ്വത്തിലും മറ്റുമൊക്കെ വരുന്ന ഉറുദു ലേഖനങ്ങളാണ് ഉണ്ടാവുക. ആ ലേഖനങ്ങൾ പരിഭാഷപ്പെടുത്തി കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ കൂട്ടത്തിലെ പുതിയ ആളുകൾ വന്നത്, പുതിയ ചെറുപ്പക്കാർ വന്നത്. അല്ല, രസകരമായ ഒരു അനുഭവം BP അമൂട്ടി സാഹിബ് കൂടെ ഉള്ളതുകൊണ്ട് പറയാം. അദ്ദേഹം പ്രബോധനത്തിൽ വന്നു. അദ്ദേഹം മാസികയിലാണ് കൂടുതൽ എഴുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇത്മാഴിയ ഇസ്ലാമിലെ സാമൂഹിക നീതി എന്ന് പറയുന്ന സെയ്ദ് കുത്തുബിൻ്റെ പുസ്തകം പരിഭാഷപ്പെടുത്തി. അത് ആദ്യം ബാലികയിലാന്ന് തോന്നുന്നു, പിന്നീട് മറ്റേതിൽ വന്നു. അപ്പോൾ അത് വന്ന സമയത്ത് അതിലൊരു വാക്കുണ്ട്, അറബിയിൽ എഴുതിയ വാക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായത്
കർമ്മലീൻ എന്ന് കർമ്മലീൻ. ഇപ്പോൾ കർമ്മലീൻ എന്ന് പറഞ്ഞാൽ ഏതായാലും അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി കർമ്മലക്കാർ എന്ന്. ഉടനെ തന്നെ ഒരു കത്ത് വന്നു, ജമാൽ മലപ്പുറത്തിൻ്റെ ആ കത്ത്, കർമ്മലക്കാരെ എതിരെ എന്ന് പറഞ്ഞു. അത് ക്രെംലിൻ എന്ന് പറയുന്ന റഷ്യയുടെ ക്രെംലിനെ സംബന്ധിച്ചുള്ളത്. അത് അറബിയിൽ അതിൽ എഴുതിയപ്പോൾ അത് തോന്നിയതാണ്, മനസ്സിലായില്ലേ? അത് ഞാനാ വെറുതെ അലക്ഷ്യമായിട്ട് എൻ്റെ മേശയിലിട്ടു. കുറേ കാലം കഴിഞ്ഞു ജമാൽ സാഹിബും വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ജമാൽ സാഹിബിന് ഒരു തെറ്റുപറ്റി. ആരോ ഭീകരമായി അതിനെ കളിയാക്കിക്കൊണ്ട് കത്ത് ജമാലിൽ നിന്ന് വിറക്കുന്നത്. എങ്ങനെ ഒരു മനുഷ്യന് തെറ്റുപറ്റാതിരിക്കുമോ? എല്ലാം കഴിച്ച ശേഷം ഞാൻ ഈ മേശ തുറന്ന് ഈ കത്തെടുത്താണ് കാണിച്ചു. ഈ കത്ത് അദ്ദേഹത്തിനാണ് കൊടുത്തു. അദ്ദേഹം എഴുതിയത് അന്ന് BP അമ്മൂട്ടിയത് എഴുതിയപ്പോൾ അന്നൊന്നും ഇത് ബാധകല്ലായിരുന്നു. താങ്കൾ ഇത് കത്താണല്ലോ. ഇപ്പോൾ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ ഈ സന്ധിയിലൊക്കെ നടക്കും, തെറ്റുകൾ സംഭവിക്കാതെ ഒന്നും മുമ്പോട്ട് പോകില്ല, അത് ഇപ്പോഴും സംഭവിക്കും എപ്പോഴും സംഭവിക്കും എന്ന് തമാശയായി പറഞ്ഞു ഓർക്കുന്നു. എന്തായിരുന്നാലും ഈ 8 കൊല്ലത്തെ പരിശീലനം 1964 ജൂൺ മുതൽ 1972 വരെ കിട്ടിയ ഈ 8 കൊല്ലത്തെ പരിശീലനം ടി മുഹമ്മദ് സാഹിബിൻ്റെയും അതിൽ കൂടുതൽ എഡിറ്റിംഗ് എന്ന കാര്യത്തിൽ TK വെല്ലുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത്രയും മനോഹരമായി എഡിറ്റ് ചെയ്യാൻ ഇത് കഴിയും. ഈ രണ്ടുപേരുടെയും ശിക്ഷണമാണ് പിന്നീട് 1987 മാധ്യമം ആരംഭിച്ചപ്പോൾ അതിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആധാരമായി തീർന്നത്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിൽ മുഖപ്രസംഗങ്ങൾ എഴുതാനും അതിൽ മറ്റു കാര്യങ്ങൾ എഴുതാനും അന്ന് ലഭിച്ച ശിക്ഷണം ഏറ്റവും അധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 3 വട്ടവും മറ്റും തിരുത്തി എഴുതിയിട്ടുണ്ട് TK. പല ലേഖനങ്ങൾ അല്ലെങ്കിൽ പല കുറിപ്പുകൾ എഴുതുമ്പോൾ അദ്ദേഹം തിരുത്തും. അതുകൊണ്ടാണ് അത് അന്ന് ദേഷ്യം വന്നാലും ശരി, പിന്നീട് ഒരു ഞങ്ങളിലൊക്കെ ഒരു പത്രപ്രവർത്തനം ഉണ്ട് എന്ന ബോധ്യം വന്നത് ഈ ഒരു പരിശീലനം കൊണ്ട് മാത്രമല്ല, മാധ്യമം ആരംഭിച്ച ശേഷം ഇന്ന് വരെ 36 വർഷങ്ങളായിട്ട് അത് ഒരു പാറ്റേണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകമായ ഒരു പാത സ്വന്തമായി വെട്ടിത്തെളിയിച്ചു. അതിന് പോളിസി എന്താണ്, വിവിധ വിഷയങ്ങളിലുള്ള അതിന് നയം എന്തായിരിക്കണമെന്നൊക്കെ വളരെ മാസങ്ങളോളം ചർച്ച ചെയ്ത ശേഷം അംഗീകരിക്കപ്പെട്ടതാണ്. അതിലൊക്കെ തന്നെ ഈ അന്തർധാരയുണ്ട്. പ്രബോധനം കാണിച്ചു തന്ന ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയിലൂടെയാണ് അന്നും ഇന്നും അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായ മറ്റൊന്നുമല്ല. വാർത്തകളൊക്കെ വരും, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നിങ്ങനെ ഒരു പത്രം നടത്തണം, എന്തിന് നടത്തണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രചോദനമായത്, മൊത്തം സ്റ്റാഫിന് പ്രചോദനമായത് അന്ന് അവർ കാണിച്ചു തന്ന വഴിയാണ്. ഇപ്പോഴും അത് തുടരുന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കാലത്തിന് ശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പരിപാടി അന്ന് സംഘടിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ പങ്കെടുത്ത പരിപാടിയാണ്. മാധ്യമത്തിൻ്റേതാണ് പരിപാടി. അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച എല്ലാവരും ചോദിച്ചു, ഒരു ചെറിയ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, ന്യൂനപക്ഷത്തിലെ ഒരു ചെറിയ സംഘടനമായ ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് ഇത്രയും വിജയകരമായ ഒരു പത്രം നടത്താൻ കഴിയുന്നത്? അതിൻ്റെ ഗുട്ടൻസ് എന്താണ്, അതിൻ്റെ പൊരുളെന്താണ് എന്ന് ചോദിക്കാതെ ആരും ഉണ്ടായില്ല. അവസാനം മറുപടി ഞാൻ പറഞ്ഞു, അതിന് അങ്ങനെയുള്ള ഗുട്ടൻസും ഒന്നുമില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലഭിച്ച പ്രത്യേകമായൊരു ശിക്ഷണമുണ്ട്. ആ ശിക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വെളിച്ചത്തിൽ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പത്രത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും അത് തന്നെയാണ്. ഞാൻ സമയം അധികം ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും പ്രബോധനം എന്ന് പറയുന്നത് പിന്നീട് തുടങ്ങിയ പലതിൻ്റെയും ഏറ്റവും വലിയ ഒരു തുടക്കം തന്നെയായി. അതിന് ഏറ്റവും ശക്തമായൊരു സ്രോതസ്സായിരുന്നു. അതിന് നമ്മുടെ ഊർജത്തെയും നമ്മുടെ കഴിവുകളെയും പ്രചോദിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദിശ രൂപീകരിക്കാനും അതിന് സാധിച്ചിരുന്നു. ഇപ്പോഴും അത് സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം സംഗതി ഉള്ളത് തുറന്നു പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്നത് മാധ്യമത്തിലാണെങ്കിലും ശരി, എനിക്ക് നൊസ്റ്റാൾജിയ ഗൃഹാതുരത്വമുള്ളത് ഇപ്പോഴും പ്രബോധനത്തിലാണ്. അത് അന്നേ തുടങ്ങിയതാണ്. അത് ഇപ്പോഴും അത് നിലനിൽക്കുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒരു കാരണമാണ്. തീർച്ചയായും ഈ പ്രബോധനത്തിൻ്റെ നൊസ്റ്റാൾജിയ അത് അവസാനം ഖബറിലേക്ക് പോകുമ്പോഴും ബാക്കി നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പത്രം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എനിക്ക് കിട്ടും. ശനിയാഴ്ച, വെള്ളിയാഴ്ചയാണ് അത് അച്ചടിക്കുന്നത്, ശനിയാഴ്ച കിട്ടും. ആ ശനിയാഴ്ച ദിവസം അത് കിട്ടിയാൽ ഇപ്പോഴും ആദ്യം മുതൽ അവസാനം വരെ ഞാനത് വായിക്കും. എന്ത് പറഞ്ഞാലും ശരി അത് വായിച്ചിരിക്കും. ഉബൈദ് സാഹിബിൻ്റെ ഖുർആൻ അടക്കം അതുപോലെ തന്നെ ആ പാണ്ടിക്കാടിൻ്റെ മറ്റേ ഹദീസ്, ഇങ്ങനെയുള്ള എല്ലാം വായിച്ചിരിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ഈ പ്രബോധനത്തിൻ്റെ ഒരു അദൃശ്യമായ ശക്തി അത് തീർച്ചയായും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല.
നമുക്ക് ഓർമ്മിക്കാൻ എന്നെന്നും മധുരസ്മരണകൾ ഉയർത്തുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം നൽകിയതിന് പ്രത്യേകിച്ച് ഒരാദരവൊക്കെ നിങ്ങൾ തന്നു. യഥാർത്ഥത്തിൽ ഈ ആദരവ് അങ്ങനെയൊക്കെ ഞാൻ അറിയിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾ തന്ന സ്ഥിതിക്ക് ഞാൻ അത് സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു പ്രബോധനത്തിൻ്റെ എന്നത്തെയും ഒരു എളിയ പ്രവർത്തകനായിരുന്നു ഞാൻ. ഇപ്പോഴും അതിനെ ഹൃദയത്തിലേറ്റി നെഞ്ചിലേറ്റി ഇപ്പോഴും നടക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ. 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ഞാനല്ല, മിക്കവാറും ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല, ചെറുപ്പക്കാർ ഒഴിച്ച്. പക്ഷേ അങ്ങനെയാണെങ്കിലും ശരി, പ്രബോധനം നിലനിൽക്കും. ഏറ്റവും ചുരുങ്ങിയത് അത് ലോകത്തിന് മുമ്പാകെ, മനുഷ്യർക്ക് മുമ്പാകെ, മലയാളി സമൂഹത്തിന് മുമ്പാകെ സമർപ്പിച്ച അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ സന്ദേശം, അതിൻ്റെ ഉള്ളടക്കം അത് എന്നും നിലനിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യമുള്ള ശ്രദ്ധയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹനത്തിൻ്റെ